എന്തൊരു ചൂടാ, ഭൂമി അങ്ങനെ വരണ്ട് കിടക്കുന്നു. നമുക്ക് എത്ര വെള്ളം ഭൂമിയിലോട്ട് ചെന്നിട്ടും അറിയുന്നേ ഇല്ല. നമ്മൾ കൊടുക്കുന്ന വെള്ളമല്ലേ ഇവർക്ക് കിട്ടുന്നുള്ളൂ, പ്രത്യേകിച്ച് ചട്ടിയിലിരിക്കുന്നതിനൊക്കെ. മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കെല്ലാം തന്നെ അനിവാര്യമായ അത്യാവശ്യമായ ഒന്നല്ലേ ജലം. വാട്ടർ ഈസ് പ്രഷ്യസ്. ജലം അമൂല്യമാണ്. ഒരു തുള്ളി പോലും പാഴാക്കരുതെന്നും പറയല്ലേ. പക്ഷെ എന്നാലും ജനങ്ങൾ എന്തും വേണ്ടിയാണ് പാഴാക്കി കളയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ ചെടികൾക്കൊക്കെ നമ്മളിത്തിരി കൊടുക്കണ്ടേ? കൊടുത്തെങ്കിലല്ലേ അവർക്കും ജീവൻ കിടക്കണ്ടേ. നമ്മൾ സമയത്ത് ഇതിപ്പോൾ ഒരുപാടില്ലെങ്കിൽ ഇത്തിരിശ കൊടുക്കാം അല്ലേ. പാവങ്ങൾ നമ്മൾ നാവിൽ ഒറ്റിച്ച് കൊടുക്കുന്നതല്ലേ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്തിരി അവർക്ക് വെള്ളം കൊടുക്കാം അല്ലേ. ഒരുപാടൊന്നുമില്ല, ഒരു 5-6 ചെടികളൊക്കെ ഉള്ളൂ ടീച്ചർക്ക്. ഒരുപാട് ചെടികളൊന്നും ടീച്ചർക്കില്ല, വെരി ലിറ്റിൽ. നമ്മൾ നനയ്ക്കുന്നതല്ലേ ഇവർക്കുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കാം അല്ലേ, ജീവൻ കിടക്കാൻ വേണ്ടി, ജീവസന്ധാരണത്തിന് ആവശ്യമായ വെള്ളം മാത്രം. എല്ലാം വാടിക്കുറഞ്ഞു പോയി. മുറ്റം നോക്കൂ എന്തൊരു വെയിലാണെന്ന്. അല്ല സൗദി പോലെ കിടക്കുന്നു ഉണ്ടല്ലേ. സൗദിയിലും ഇപ്പം ഇത്രയും ചൂടില്ലെന്ന് പറയുന്നു പിള്ളേർ. നമ്മുടെ മുറ്റത്ത്, നമ്മുടെ കാർപോർട്ടിലെ അവസ്ഥയായത് ചൂട്. പാലക്കാട് മാത്രം മഴ പെയ്തിട്ടില്ല. എന്താന്ന് ഋഷ്യശൃംഖനെ ഇങ്ങോട്ട് ഇറക്കണമെന്ന് തോന്നുന്നു. ഋഷ്യശൃംഖ വരൂ. എൻ്റെ കുഞ്ഞു പ്ലാവ്. അന്നൊരു ചെറിയ ചക്ക നിങ്ങൾ കണ്ടില്ലേ ഇതിൽ? അത് മൂക്കുന്നതിന് മുമ്പ് തന്നെ ആങ്സൈറ്റി കൊണ്ട് ഞാനത് ഇട്ടു. മൂത്തിട്ടേ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം നിറയെ ഉണ്ടാകുമായിരിക്കും. മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 കൊല്ലം 3 മാസമായപ്പോൾ ഇത് കായ്ച്ചു കേട്ടോ. പണ്ട് ഉർവശി ഏതോ സിനിമയിൽ പറഞ്ഞില്ലേ, എനിക്ക് 1 വയസ്സും 2 മാസമായപ്പോൾ ഒരു പല്ല് മുളച്ചു. അന്ന് ഞാൻ പല്ല് തേച്ച ബ്രഷാണിത് എന്നും പറഞ്ഞൊക്കെ എടുക്കുന്ന കണ്ടില്ലേ. കുട്ടികളെ, എനിക്ക് അങ്ങനെ വലിയ പൂന്തോട്ടമൊന്നുമില്ല. ഉണ്ടായിരുന്നു വൺസ് അപ്പോൺ എ ടൈം. ഇപ്പം ഇല്ല. അന്ന് പിള്ളേരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ ശുശ്രൂഷിക്കാൻ. ഇപ്പം ടീച്ചർക്ക് ഇതാ 2-3 എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയുടെ വിത്തുകളൊക്കെ പാകുക, അവരെ പരിപോഷിപ്പിക്കുക, ഇതൊക്കെയാണ്. ഞാനൊരു കർഷകയൊന്നും അല്ല കുട്ടികളെ. എന്നാലും നമുക്ക് ആവശ്യമുള്ള ചീര ഒക്കെ നമ്മുടെ ചട്ടികളിലും മുറ്റത്തും ഒക്കെ ഉണ്ട്. പുറകോട്ട് പോയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കിണർ കണ്ടോ. ഈ വെള്ളമില്ലാത്ത കാലത്ത് നിറഞ്ഞ് കിടക്കുന്ന കണ്ടോ നിങ്ങൾ? വെള്ളം ഇതാ കണ്ടോ. ഓരോരുത്തർ ലോറിയിൽ വെള്ളം അതിവില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ മോൻ്റെ അവിടെ 3 കിണറുണ്ട്. ഇപ്പോൾ ഒന്നിപ്പോലും വെള്ളമില്ലാത്ത ലോറിയിൽ വെള്ളം ഇറക്കുക വിലയ്ക്ക്. അതുവരെ നമ്മൾ വെള്ളത്തിൻ്റെ വില അറിയുകയില്ല. ഇങ്ങനെ കാശ് കൊടുത്ത് വെള്ളം ഇറക്കുമ്പോഴാണ് നമ്മൾ വെള്ളത്തിൻ്റെ വില അറിയുന്നത് അല്ലേ കൂട്ടുകാരെ. ഞാനിന്ന് വൈകി എൻ്റെ ലൈവൊക്കെ ഇടാൻ പോയതുകൊണ്ട് ഇന്ന് വൈകി ഇതിനൊക്കെ നനച്ച് കൊടുക്കാൻ. അതുകൊണ്ട് ഞാനിത് ഇവരെയൊക്കെ നനയ്ക്കട്ടെ. പ്രവാചകന്മാരെ പറയൂ പ്രകാശമകലയാണോ, പ്രപഞ്ചശില്പികളെ പറയൂ പ്രഭാതമകലയാണോ. എൻ്റെ ഗാനസുധയിൽ നിങ്ങൾ മുഴുകണ്ട. ഒരു ടേസ്റ്റി ക്രോ വന്നിരിക്കുന്നു നോക്ക്. ഹായ്, ഹലോ. എന്താണോ പിതൃക്കൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? നോക്ക് മാഷേ, നമ്മുടെ കാർപോർട്ടിനകത്തോട്ടൊരു കാക്ക. ദൈവമേ, വെള്ളം കുടിക്കാനായിരിക്കും. കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ഇവിടെ വയ്ക്കൂ. അയ്യോ പാവം. ഒരു കാക്ക കാർപോർട്ടിനകത്തൂടെ മെല്ലെ 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 പോയി.
വെള്ളം കുടിക്കാനായിട്ട് വന്നതാ. ഇത്തിരി വെള്ളം ഇവിടെ വയ്ക്കുന്നു, ഇന്ന് മറന്നുപോയി. മാഷേ, ഈ സൈഡത്തെ മതിലേലേ ഇത്തിരി വെള്ളം വയ്ക്കൂ, കാക്ക വന്നേച്ച് പോയി. കറുത്ത ചക്രവളമതിലുകൾ ചൂഴും കാരാഗൃഹമാണു ഭൂമി, ഒരു കാരാഗൃഹമാണു. തലയ്ക്കുമീതേ ശൂന്യ. എത്ര വെള്ളം ഒഴിച്ചിട്ടും കുട്ടികളെ ഇത് നനയുന്നില്ല. ദൈവമേ, ഭൂമി അങ്ങനെ കനച്ച് കിടക്കുകയാണ്. ഇത്തിരി കൊടുക്കാം. ഇത് വാട്ടർ അതോറിറ്റിയുടെ മലമ്പുഴ വെള്ളമാണേ. പക്ഷേ മലമ്പുഴ വെള്ളം ഒന്നിരാടം ദിവസമേ വിടുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ചൊഴിക്കാം അല്ലേ. എത്ര ഒഴിച്ചിട്ടും അങ്ങോട്ട് വീഴുന്നില്ല. ചീരയാ, 4 ദിവസം കഴിഞ്ഞാൽ ഇത് ചെത്താം. എന്തോ ഞാൻ ഇത് കടല മുളപ്പിച്ചത്, എന്നിട്ട് അത് മുളച്ചത് ചെത്തി തോരൻ വയ്ക്കണം വിചാരിച്ച മുട്ടത്തോരൻ. പക്ഷെ എനിക്ക് ഇത്ര ദിവസമായിട്ട് അത് ഒഴിവ് കിട്ടിയില്ല. അതെല്ലാം വാടി. ഇനി അത് വേണ്ട. ഉണ്ടോ, ദാഹിക്കുന്ന വേഴാമ്പലിനെ പോലെ നിൽക്കുക പാവങ്ങൾ. തലയ്ക്കുമീതേ ശൂന്യാകാശം, താഴെ മരുഭൂമി. ഇതെല്ലാം വാടി വീണുപോയി. ഒരു മുട്ടത്തോരനുള്ള മുളകളുണ്ടായിരുന്നു. തപസ്സു ചെയ്യും എൻ്റെ തക്കാളിയെല്ലാം പൂ വിട്ടു കേട്ടോ കുട്ടികളെ. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. പുറവശത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അതിഭയങ്കരമായ വെയിലാണ്. അതിഭയങ്കരമായ ശൈത്യമെന്ന് ചില സമയത്ത് നമ്മൾ പറയും. അതിന് എന്ന് പ്രതീക്ഷിക്കാം. ഇതിപ്പം വലിയ 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 മാരകമായ ചൂടിതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രഭാതം പൊട്ടി വിടർന്നു, സൂര്യൻ ഉദിച്ചുയരുന്നു. അതാ ഭൂമിയെ ഇങ്ങനെ കരിച്ച് പുകച്ച്. ഇതുണ്ടോ, ഇത് ഇന്നലെ ചെത്തേണ്ടതാണ് കുട്ടികളെ. ഇന്നലെ ചെത്തിയിരുന്നെങ്കിൽ നമുക്ക് മുട്ടത്തോരൻ വയ്ക്കാം. ഇന്ന് വാടി, ഇനി വേണ്ട. അതെനിക്ക് ചക്കയൊക്കെ ഉണ്ട്, ഇന്ന് വേണ്ട. നല്ലതാണ് കേട്ടോ അത്. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. വസുന്ധരേ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ, കളഭം ചാർത്തിയോ തീരം, ഇന്ദ്രധനുസിൻ പൂവുകൾ ചൊരിയും തീരം. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. വസുന്ധരേ ഇവിടെ
ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? കാട്ടുതാറാവുകൾ മകളെ തിരിയുന്ന കായലോരങ്ങളിലൂടെ